ഹലോ എവ്രി വൺ, വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അഗെയിൻ നമ്മളുടെ കേരള സെറ്റ് എക്സാം 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. കുറച്ചധികം ദിവസമായിട്ട് തിരക്കിലായിരുന്നത് കൊണ്ടിട്ടാണ് ചെയ്യാതിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ആകെ 10 വീഡിയോസും കൂടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളൂ. നമ്മൾക്കാണെങ്കിൽ എക്സാം ഓഗസ്റ്റിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെയൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻഡോക്രൈനോളജി റിലേറ്റഡ് ആയിട്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. കുറച്ച് ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻസും അതിൻ്റെ ഹോർമോൺസും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മളത് പറഞ്ഞു പോകും. ഓക്കെ, ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് എൻഡോക്രൈനോളജി കംപ്ലീറ്റ് ആകത്തില്ല. ഹോർമോണിൻ്റെ ലൈക്ക് ഡിഫറൻസിയേഷനും പിന്നെ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കും പിന്നെ മറ്റ് കുറച്ച് എൻഡോക്രൈൻ ഗ്ലാൻസും. സാധാരണ എൻഡോക്രൈൻ ഗ്ലാൻസിനെ കൂടാതെ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലും ഹാർട്ടിലൊക്കെ കുറച്ച് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ കൂടെ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തേർഡ് പാർട്ടും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എൻഡോക്രൈനോളജിയിൽ നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൈറോയിഡ് വരെയുള്ള ഹോർമോൺസിനെ പറ്റിയിട്ടും തൈറോയിഡ് ഗ്ലാൻസിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഓർക്കുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇത് പോസ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോ ഒന്ന് എടുത്ത് ഒന്ന് റഷ് ചെയ്ത് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈറോയ്ഡ് ഗ്ലാൻസിൽ കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ആൻഡ് അവരും പാരാതൈറോയിഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻസിൻ്റെ ഹോർമോൺ കൂടെ ചേർന്നിട്ടാണ് കാൽസ്യത്തിനെ നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മുന്നത്തെ വീഡിയോനെ പറ്റിയിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. ദാറ്റ്സ് വൈ ഐ സെഡ് സോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ഗ്ലാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. മിസ് പറഞ്ഞ പോലെ തന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മളുടെ തൊണ്ടയുടെ ഭാഗത്തായിട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്. തൈറോയിഡിൻ്റെ പുറകിലാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കാണുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ ലോബ് പോലെ റൗണ്ട് ഷേപ്പിലുള്ള ലോബ് പോലെയാണ് കാണുന്നത്. 4 എണ്ണം ഉണ്ട്. 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകളാണ് പൊതുവേ ഉള്ളത്. ആൻഡ് ഓരോ തൈറോയ്ഡ് ഗ്ലാൻഡിലും ഈ പറഞ്ഞ പോലെ 2 എന്താ പറയുക ലോബ്സ് എന്നുള്ള രീതിയിൽ ഒരു പെയർ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പാരാതൈറോയ്ഡ് ഗ്ലാൻഡും ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. പെപ്റ്റൈഡ് ഹോർമോണിൻ്റെ പേര് വന്നിട്ട് പാരാതൈറോയ്ഡ് ഹോർമോൺ, PTH എന്ന് പറയും നമ്മളതിനെ. പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് തന്നെയാണ് അതിൻ്റെ പേരും. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡിയിൽ കാൽസ്യം അയോൺസിൻ്റെ ലെവലൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുവെ പാരാതൈറോയ്ഡ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പാരാതോർമോൺ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡിയിൽ എപ്പോഴെങ്കിലും കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നോർമൽ ബ്ലഡ് കാൽസ്യത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയുമോ? നോർമലി 100 ml ബ്ലഡിൽ ഒരു 9 to 11 grams ഓഫ് ഈ പറഞ്ഞ കാൽസ്യമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഓക്കെ, അത് കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംടൈംസ് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എപ്പോഴെങ്കിലുമൊക്കെ കാൽസ്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓൾവേസ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവായിട്ട് കൂട്ടുകയല്ല, കുറഞ്ഞു പോയതിനെ കൂട്ടിക്കൊണ്ട് വന്ന് നോർമലിലേക്ക് എത്തിക്കുക. ദാറ്റ്സ് ഹൗ. ഓക്കെ, അപ്പോൾ പാരാതൈറോയ്ഡ് ആണ് കാൽസ്യം ലെവൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക പൊതുവേ നമ്മളുടെ ബോഡിയിൽ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുടെ തൈറോയിഡിൽ തൈറോകാൽസിറ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ വർക്ക് ചെയ്യുന്നത്. ഈ പാരാതോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉണ്ടല്ലോ, അത് നമ്മളുടെ ബോൺസിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം കാൽസ്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോൺസിൽ ഈ ബോൺ റിസാർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ, ബോൺ ഡീമിനറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പാരാതോർമോണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വരുന്ന കാൽസ്യത്തിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബോൺസിലാണ്. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ കുറഞ്ഞിരിക്കുകയല്ലേ നമ്മളുടെ ബോഡിയിലെ കാൽസ്യത്തിൻ്റെ ലെവൽ. അപ്പോൾ അതിനെ കൂട്ടണം. അപ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള ബോൺസിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കാൽസ്യത്തിനെ നമ്മൾ തിരിച്ച് ബ്ലഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ബോണിൽ നിന്നിട്ട് നമ്മളുടെ കാൽസ്യത്തിനെ തിരിച്ച് ബ്ലഡിലോട്ട് കൊണ്ടുവരുന്നതാണ് ഈ ബോൺ റിസോർപ്ഷൻ അല്ലെങ്കിൽ ബോൺ ഡീമിനറലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് PTH ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാൽസ്യം നമ്മളുടെ ബോഡിയിൽ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റീഅബ്സോർബ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പാരാതൈറോയ്ഡ് ഹോർമോൺ തന്നെയാണ്. റീനൽ ട്യൂബ്യൂൾസ് ഇല്ലേ, നെഫ്രോണിൻ്റെ, അവർ കാൽസ്യത്തിനെ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരാതൈറോയ്ഡ് കുറച്ചും കൂടെ അധികം കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാൽസ്യം അയോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും PTH എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഒരു ഹൈപ്പർ കാൽസ്യമിക് ഹോർമോണാണ് PTH. ദാറ്റ് മീൻസ് ഹൈപ്പർ കാൽസ്യമിക് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ എന്ന് വെച്ചാൽ കൂടുതൽ, കാൽസ്യമിക് എന്ന് ഉദ്ദേശിക്കുന്നത് കാൽസ്യത്തിൻ്റെ ലെവൽ. അപ്പോൾ കാൽസ്യം ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹോർമോണാണ് PTH എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ തൈറോകാൽസിറ്റോണിൻ ഉണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുക. അപ്പോൾ തൈറോകാൽസിറ്റോണിൻ എന്താ ചെയ്യേണ്ടിയിരിക്കുക? ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശരീരത്തിൽ കാൽസ്യം അമിതമായിട്ട് ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ ആ എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു, ബോൺസിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നു. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കാൽസ്യത്തിൻ്റെ ലെവൽ ലോവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ ഒരു ബാലൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. പാരാതൈറോയിഡ് ഹോർമോൺ ആണെന്നുണ്ടെങ്കിൽ കാൽസ്യം കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. തൈറോകാൽസിറ്റോണിൻ ആണെന്നുണ്ടെങ്കിൽ കാൽസ്യം കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ദേ ആർ ആക്ടിങ് ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആക്ച്വലി ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻറ്റഗോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് കേട്ടോ. അപ്പോൾ ആൻറ്റഗോണിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിടികിട്ടിയോ? യെസ്. ഇനി അടുത്ത ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മളുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട്, നമ്മളുടെ നെഞ്ചിൻ്റെ അവിടെ ഒരു എല്ലുണ്ട്, നാവിൻ്റെ ഷേപ്പിലൊരു എല്ല്, ഈ കോൾഡ് ആസ് ചെസ്റ്റ് ബോൺ അല്ലെങ്കിൽ സ്റ്റേണം. സ്റ്റേണത്തിൻ്റെ പുറകിലായിട്ട് നമ്മുടെ അയോട്ടയുടെയൊക്കെ ഒരു വെൻട്രൽ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലോബ് മാതിരത്തെ ഒരു സാധനമുണ്ട്. അതാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോർമോണാണ് തൈമസ് ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺസ്. ആൻഡ് തൈമസ് ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ പെപ്റ്റൈഡ് ഹോർമോൺ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ തൈമോസിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. തൈമോസിൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അതിനെ യൂത്ത് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് പറ്റും. കാരണം കുറച്ചും കൂടെ ഈ തൈമസ് ഗ്ലാൻഡും അതിൻ്റെ ഹോർമോൺസൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് ദാറ്റ് ഈസ് ഡ്യൂറിങ് യൂത്ത് ടൈം. അതുകൊണ്ടിട്ടാണ്. ഓക്കെ. ആൻഡ് ഈ തൈമോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ലിംഫോസൈറ്റ്സ്, B ലിംഫോസൈറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള T സെൽസ്, B സെൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ T ലിംഫോസൈറ്റ്സും B ലിംഫോസൈറ്റ്സും. അപ്പോൾ T ലിംഫോസൈറ്റ്സ് വളരുന്നതിന് വേണ്ടിയിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മെച്യൂർ ആകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് തൈമോസിൻസ്. പിടികിട്ടിയോ? ആൻഡ് അങ്ങനെ തൈമോസിൻസ് ഉള്ളത് കൊണ്ടിട്ട് ഇവർ ഡിഫറൻഷിയേറ്റ് ചെയ്യും, T ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾക്കൊരു സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുകയും കൂടെ ചെയ്യും. പിടികിട്ടിയോ? ഇതാണ് തൈമസിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള റോള്. ഇനി മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈമോസിൻസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻറ്റിബോഡീസ് ത്രൂ കിട്ടുന്ന ഇമ്മ്യൂണിറ്റീനെ നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻറ്റിബോഡീസ് പ്രോട്ടീൻ അല്ലേ? അപ്പോൾ പ്രോട്ടീൻ ത്രൂ കിട്ടുന്ന ഇമ്മ്യൂണിറ്റീനെ നമ്മൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. സെൽസ് ലൈക്ക് T സെൽസ്, B സെൽസ് വഴിയായിട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റീനെ നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈമോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആക്ച്വലി നമ്മൾക്ക് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും തരുന്നുണ്ട്, അതുപോലെ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും കൂടെ തരുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ തൈമസിൻ എന്ന് പറഞ്ഞ ഗ്ലാൻഡിൻ്റെ സൈസ് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഭയങ്കര വലുതായിരിക്കും. ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൈമസ് ഗ്ലാൻഡ് വളരെ വലുതാണ്. അപ്പോൾ നല്ലപോലെ ഇതിനകത്ത് ഹോർമോൺസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളൊരു ഓൾഡർ ഏജിലോട്ട് എത്തുമ്പോഴത്തേക്കും ഈ തൈമസ് എന്നുള്ള ഗ്ലാൻഡ് ചുരുങ്ങി പോകും. ഇത് ചുരുങ്ങി പോകുക എന്നുള്ളത് മാത്രമല്ല, ചുരുങ്ങുന്നതിനനുസരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന തൈമോസിൻ്റെ അളവും കുറയും. അങ്ങനെ കുറയുമ്പോഴത്തേക്കും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര വീക്കായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞു പോകുന്നതിനും അവർക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരുടെ തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ചെയ്ത് പോയി തൈമോസിൻസ് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടിട്ടാണ്. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇതാണ് ഒരു ഐഡിയ. ഓക്കെ, അത്രയാണ് തൈമസ് ഗ്ലാൻഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിന്ന് പാരാതൈറോയിഡും പഠിച്ചു, ദെൻ തൈമസും പഠിച്ചു. ഈ നെക്സ്റ്റ് വൺ മേജർ ആയിട്ടുള്ളൊരു ഗ്ലാൻഡാണ് അഡ്രനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മളുടെ കിഡ്നിയുടെ മണ്ടയ്ക്ക് കിഡ്നിക്ക് ഒരു തൊപ്പ് വെച്ചിരിക്കുന്ന പോലെ നമ്മൾക്ക് അഡ്രനൽ ഗ്ലാൻഡ് കാണാൻ പറ്റും. ഓരോ കിഡ്നിയിൽ ഓരോരോ അഡ്രനൽ ഗ്ലാൻഡ് വീതമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 2 അഡ്രനൽ ഗ്ലാൻഡ്സ് ആണ് നമുക്കുള്ളത്. ഈ ഗ്ലാൻഡ്സിൽ നമ്മൾക്ക് 2 തരത്തിലുള്ള ടിഷ്യൂസാണ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. സെൻട്രൽ പോർഷനിലുള്ള ടിഷ്യൂവിനെ നമ്മൾ മെഡുല്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അഡ്രനൽ ഗ്ലാൻഡ്സിൻ്റെ മെഡുല്ല എന്നുള്ള രീതിയിൽ അഡ്രനൽ മെഡുല്ല എന്ന് പറയും, അല്ലെങ്കിൽ സാധാരണ ചുമ്മാ മെഡുല എന്ന് പറഞ്ഞാലും മതി. ഇനി പുറമേ ഉള്ള പെരിഫറൽ ഏരിയയിലുള്ളതിന് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കാം, അഡ്രനൽ കോർട്ടെക്സ് എന്ന് വിളിക്കാം, സാധാരണ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർട്ടെക്സിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോൺസ് എപ്പോഴെങ്കിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം നടക്കത്തില്ല. അങ്ങനെ നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾക്ക് എനർജി തരുന്നത് അല്ലേ? എനർജി ഈൽഡിങ് ഫുഡാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ്ഡ് ആയാലാണ് നമ്മൾക്ക് എനർജി കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അഡ്രനൽ കോർട്ടെക്സിൽ നിന്നുള്ള ഹോർമോൺസ് കൃത്യമായിട്ട് വന്നില്ല, അത് കൃത്യമായിട്ടുള്ള അളവുകളിൽ ഉണ്ടായില്ല, കുറഞ്ഞു പോയേക്കുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ മെറ്റബോളിസം നടക്കില്ല കാർബോഹൈഡ്രേറ്റിൻ്റെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ്സും ക്ഷീണവും ഒക്കെ വരാൻ തുടങ്ങും. അങ്ങനെ വീക്ക്നെസ്സും ക്ഷീണവും ഒക്കെ വരുന്നത് നമ്മളുടെ കോർട്ടെക്സിൽ നിന്നുള്ള ഹോർമോൺസ് കുറയുന്നത് കൊണ്ട് ക്ഷീണം വരുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ അഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. അഡിസൺസ് ഡിസീസ് എന്ന് പറയും നമ്മളതിന്. ഓക്കെ, ശരി.
ഇനി മെഡുല്ല ഉണ്ടല്ലോ, അഡ്രിനാലിനും മെഡുല്ലയിൽ രണ്ട് തരത്തിലുള്ള ഹോർമോൺസ് ആണ് ഉണ്ടാവുന്നത്. അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. നോർ അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഇതെല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് നമുക്ക് കാറ്റക്കോളമൈൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. കാറ്റക്കോളമൈൻസ് എന്നുള്ള പേര് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സപ്പോസ് രണ്ട് സിറ്റുവേഷൻസ് പറയാം. നമ്മളെ ഒരു നായ ഓടിച്ചിട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും തിരിഞ്ഞോടാൻ വളരെ നാളെ പുറകെ ഓടുമെന്ന് പറയും അല്ലേ. നമ്മളതിനെ ഏതെങ്കിലും വിധേന ഒന്ന് ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലേ. ഇത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. പക്ഷേ എന്ന സ്ഥാനത്ത് നിങ്ങളെ ഓടിച്ചിടുന്നത് ഒരു നായയല്ല, ഒരു ആനയാണെന്ന് വിചാരിച്ചു നോക്കിക്കേ. നിങ്ങൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആന ചവിട്ടി കൊല്ലത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സിറ്റുവേഷൻസിലും നമ്മൾ ആക്ട് ചെയ്യേണ്ട രീതി രണ്ട് ഡിഫറെൻറ്റ് രീതികളിലാണ്. അപ്പോൾ നായനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ആനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഫൈറ്റ് ചെയ്തിട്ടോ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ആന ഓടിച്ചിരുന്ന സമയത്ത് നമ്മൾ ഓടി രക്ഷപ്പെടുക ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും എമർജൻസി സിറ്റുവേഷൻസ് ആണ് അല്ലേ. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, നമ്മൾ അതുമായിട്ട് ഫൈറ്റ് ചെയ്യണോ അതോ എസ്കേപ്പ് ചെയ്യണോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ആക്ടിവേറ്റഡ് ആവുന്നതാണ് അഡ്രിനാലിൻ. അതുകൊണ്ട് നമ്മളിതിനെ എമർജൻസി ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അഡ്രിനാലിൻ മാത്രമല്ല, അതിൻ്റെ ഒരു സഹായം എന്നുള്ള രീതിയിലാണ് നോർ അഡ്രിനാലിൻ വരിക. അല്ലാതെ സ്പെഷ്യലായിട്ടുള്ളൊരു റോളൊന്നും നോർ അഡ്രിനാലിൻ ഇല്ല, പിടിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്രിനാലിൻ നോർ അഡ്രിനാലിനെ ഒരുമിച്ച് നമ്മൾ എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ. ഫൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷനോട് പൊരുതുന്നു, ഫ്ലൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് അടിക്കുന്നു എന്നുള്ള മീനിങ്ങിൽ. അപ്പോൾ ഫ്ലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ദിസ് ഹോർമോൺ. അതുകൊണ്ട് എമർജൻസി ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇത് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലർട്ടായിരിക്കും. നമ്മൾ പ്യൂപ്പിളറി ഡയലേഷൻ എന്ന് വെച്ചാൽ പ്യൂപ്പിളില്ലേ നമ്മുടെ കൃഷ്ണമണി, അതെല്ലാം ഭയങ്കര ഡയലേറ്റഡ് ആയിട്ടിരിക്കും. പൈലോറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുളിരി കോരിയിട്ട് ഇങ്ങനെ ഗൂസ് ബംസ് അടിച്ചിട്ട് നമ്മളുടെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, വായ വരലൊന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു, അങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പിടികിട്ടിയോ. ഇപ്പോൾ നമ്മൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൈകാലുകൾക്കൊക്കെ കൂടുതൽ ബലം കിട്ടണം അല്ലേ. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ മറ്റു പല ഭാഗങ്ങളിലും പ്രോസസ്സുകളൊക്കെ നടക്കുന്നതുകൊണ്ട് എനർജി അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഏത് പാർട്ടിനാണോ കൂടുതൽ എനർജി വേണ്ടത് അങ്ങോട്ടേക്കായിരിക്കും എനർജി എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയാ. അപ്പോൾ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ മിസ് നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറച്ച് സിംറ്റംസ് ഉണ്ട്. അതുകൂടാതെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഹാർട്ട് റേറ്റ് വ്യത്യാസം വരുന്നു, റെസ്പിറേഷൻ്റെ റേറ്റ് വ്യത്യാസം വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പിടികിട്ടിയാ. പിന്നെ അത് മാത്രമല്ല, ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാറ്റക്കോളമൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂക്കോജനെ സൂക്ഷിച്ച് വെക്കുന്ന രൂപമാണ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ റെഡിലി സോലബിൾ ആയിട്ടുള്ളൊരു സാധനമല്ലേ. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പോസിബിൾ അല്ല. കാരണം വെള്ളത്തിൽ അത് ഡിസോൾവ് ആയി പോകും. അങ്ങനെ ഡിസോൾവ് ആയി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ബി ലൈക്ക് സ്റ്റോറിങ് ഇറ്റ് ഇൻ അനദർ ഫോം. ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ലിവറിലും മസിലിലൊക്കെ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, ഗ്ലൂക്കോസിൻ്റെ കുറവ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ്, ഗ്ലൂക്കോസ് ആവശ്യം വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് ബ്ലഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാറ്റക്കോളമൈൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മിസ് നേരത്തെ പറഞ്ഞത്. പിടികിട്ടിയോ? യെസ്. ഇനി ഇത് മാത്രമല്ല, ലിപ്പിഡ്സ്, പ്രോട്ടീൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളിലും നമ്മളുടെ ഈ കാറ്റക്കോളമൈൻസിന് ഹെൽപ്പ് ഉണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ മെഡുല്ലയിൽ നിന്നുണ്ടായിട്ടുള്ള രണ്ട് ഹോർമോണുകൾ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഇത് രണ്ടിനെയും കൂടെ കോമൺ ആയിട്ട് നമ്മൾ കാറ്റക്കോളമൈൻസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇനിയാണ് മെയിൻ സംഭവം കോർട്ടെക്സ്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സിനെ നമ്മൾ 3 ലെയറുകളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പുറത്തൊരു ലെയർ, അകത്തൊരു ലെയർ, നടുവിലൊരു ലെയർ. അകത്തെ ലെയറിനെ നമ്മൾ സോണ റെറ്റിക്കുലാരിസ് എന്ന് വിളിക്കും, പുറത്തതിനെ നമ്മൾ സോണ ഗ്ലോമറുലാസ എന്ന് വിളിക്കും. ആൻഡ് ഇത് രണ്ടിനും ഇടയ്ക്കുള്ളതിന് നമ്മൾ സോണ ഫെസിക്കുലേറ്റ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. 3 വാക്കുകളും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ കോർട്ടെക്സിൽ നിന്ന് 1-2 ഹോർമോൺസ് എല്ലാം ഉണ്ടാകുന്നത്, ഒരുപാട് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നു, കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഈ കോർട്ടിക്കോയിഡ്സിൽ ചിലത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ നമ്മൾ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കാം. ഇനി ചിലതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മിനറൽസിൻ്റെ ഒക്കെ ഒരു ബാലൻസ്, വാട്ടർ ബാലൻസ്, ഇലക്ട്രോലൈറ്റിൻ്റെ ബാലൻസ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോർട്ടിക്കോയിഡ്സ് ഉണ്ട്. അതിന് നമ്മൾ മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്
കോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞില്ലേ, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്, അതിനൊരു എക്സാമ്പിളാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇതും ഈ ഒരു പോർഷനിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. മിനറൽ കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞില്ലേ, പിന്നെ വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയൊക്കെ ഒരു ബാലൻസ് കൊണ്ടുവരുന്ന കോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞില്ലേ, അതിന് എക്സാമ്പിളാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോനിയോജെനസിസ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഗ്ലൂക്കോനിയോജെനസിസ് പുതുതായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ലിപ്പോലൈസിസും പ്രോട്ടിയോലൈസിസിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ലിപ്പിഡ്സ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക. പ്രോട്ടിയോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോട്ടീൻസ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല സെല്ലുലാർ അപ്ടേക്ക്, സെൽസ് ഇത് എടുക്കുന്നത് അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അമിനോ ആസിഡ്സ് യൂട്ടിലൈസേഷൻ നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കോർട്ടിക്കോയിഡ്സ് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിടികിട്ടിയോ? ഇനി ഓരോന്നിൻ്റെ ഫംഗ്ഷനും നോക്കാം. കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, കിഡ്നിയുടെ ഫംഗ്ഷൻസ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് അത് മാത്രമല്ല നമ്മളുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക, വിങ്ങൽ പ്രതികരണം ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ വിങ്ങൽ ഉണ്ടാവില്ല അല്ല, ഇൻഫ്ലമേഷൻ ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവില്ല, കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മങ്ങണം അല്ലേ, അതിങ്ങനെ ചുരുങ്ങി പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. നമ്മളുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയുന്നത്, ഉണ്ടാവുന്നത്, ഈ വിങ്ങൽ ഉണ്ടാകുന്നതും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതും ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ടായി എന്നുള്ളതിൻ്റെ ഒരു സിംറ്റമാണ്, ഒരു സിമ്പിളാണ്. ആ ഇമ്മ്യൂൺ സിസ്റ്റം വീണ്ടും പഴയ അവസ്ഥയിലോട്ടായി, നോർമലായി എന്നുള്ളതാണ് ഈ ഇൻഫ്ലമേഷനൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് അന്നേരം കുറയും, ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയുമ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസും കുറയും. അതിനൊക്കെ വേണ്ടിയിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല RBC പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കോർട്ടിസോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് കോർട്ടിസോളിൻ്റെ ഫംഗ്ഷൻ. ഇനി ആൽഡോസ്റ്റിറോണിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മുടെ റീനൽ ട്യൂബ്യൂളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, സോഡിയം, വാട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഡോസ്റ്റിറോൺ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഫോസ്ഫേറ്റിൻ്റെ അയോൺസ് ഉണ്ടല്ലോ, അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ അയോൺസ് എല്ലാം എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നതിനൊക്കെ വേണ്ടിയിട്ടും കൂടെ ആൽഡോസ്റ്റിറോൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ. ഇനി അത് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ്, ബോഡി ഫ്ലൂയിഡിൻ്റെ വോളിയം, ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആൽഡോസ്റ്റിറോണിന് ഒരു വലിയ പങ്കുണ്ട്. ഇനി ഈ അഡ്രനലിൻ്റെ കോർട്ടക്സിൽ നിന്ന് കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും കൂടാതെ കുറച്ചൊക്കെ ആൻഡ്രോജനിക് ആയിട്ടുള്ള സ്റ്റെറോയിഡ് ഹോർമോൺസും കൂടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ആക്സിയൽ ഹെയർ, പ്യൂബിക് ഹെയർ, ഫേഷ്യൽ ഹെയർ ഒക്കെ നമ്മൾ അഡോളസൻസിൽ എത്തുമ്പോൾ വളരുന്നുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ചെറിയ അളവിൽ സെക്സ് ഹോർമോൺസും കൂടെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അഡ്രനലിൻ്റെ കോർട്ടക്സിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ആൻഡ്രോജനിക് സ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ ആണോ? യെസ്. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് അഡ്രിനലിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്. ഇനി അടുത്തതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. എക്സോക്രൈനും എൻഡോക്രൈനുമായിട്ട് രണ്ട് രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസിനകത്ത് കുറേ സെൽസ് കാണാം, ഒരു കൂട്ടം സെൽസ് ആണത്. ആ സെൽസിൻ്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, ഒരു മനുഷ്യൻ്റെ പാൻക്രിയാസിൽ 1 മുതൽ 2 മില്യൺ വരെ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിൽ സെൽസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുക. ഈ ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം സെല്ലുകളുണ്ട്, ആൽഫ സെല്ലുണ്ട്, ബീറ്റ സെല്ലുണ്ട്. ഈ ആൽഫ സെല്ലിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ലിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കഗോൺ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഗ്ലൂക്കഗോൺ പൊതുവെ ലിവർ സെൽസിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നിട്ട് ഗ്ലൂക്കോജനോലൈസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്ലൂക്കോജനോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേസിക്കലി, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രവൃത്തി. ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ആവശ്യം വരുമ്പോൾ അതിനെ തിരിച്ചെടുക്കണം വേണ്ടേ. ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേന്ന് പറഞ്ഞു ഗ്ലൈക്കോജനെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ സെൽസിൽ ആക്ട് ചെയ്ത് ആ സെൽസിലുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക, ബ്ലഡിലോട്ട് കൊണ്ടുവരിക, അങ്ങനെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഹോർമോണിനെ ഹൈപ്പർ ഗ്ലൈസെമിക് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഹൈപ്പർ ഗ്ലൈസെമിക് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ എന്നുള്ള മീനിങ് ആണ്. ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കൂടി നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞിട്ട് കൂടെ വിളിക്കാറുണ്ട്. പിടികിട്ടിയോ? ലിവർ സെൽസിൻ്റെ മറ്റൊരു പേരാണ് ഹെപ്പാറ്റോസൈറ്റ്സ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഓൾറെഡി കുറേ വീഡിയോകളിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. ഓക്കെ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോനിയോജെനസിന് വേണ്ടിയിട്ടും ഈ ഹോർമോൺ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഹൈപ്പർ ഗ്ലൈസെമിക് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടും കൂടെ ഈ ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ടുഗദർ വീണ്ടും നമ്മുടെ ഗ്ലൂക്കോസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ലൈക്ക് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണത് ഹൈപ്പർ ഗ്ലൈസെമിക് ആകുന്നത്. ഇനി ഗ്ലൂക്കഗോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സെൽസ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ചെയ്യുന്നത് കുറയ്ക്കും, അതിൻ്റെ യൂട്ടിലൈസേഷൻ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കഗോൺ എന്താണ്, ഒരു ഹൈപ്പർ ഗ്ലൈസെമിക് ഹോർമോണാണ്. പിടികിട്ടിയല്ലോ?
അതാണ് ആൽഫ സെല്ലിൽ നിന്നുണ്ടാവുന്ന ഗ്ലൂക്കഗോൺ. ഇനി ബീറ്റ സെല്ലിൽ നിന്നുണ്ടാവുന്നതാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. നമ്മളുടെ ഗ്ലൂക്കോസിന്റെ ഹോമിയോസ്റ്റാസിസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ പ്രധാനമായിട്ടും ഹെപ്പാറ്റോസൈറ്റ്സിലും അഡിപ്പോസൈറ്റ്സിലാണ് വർക്ക് ചെയ്യുക. ഹെപ്പാറ്റോസൈറ്റ്സ് അറിയാം, ലിവറിന്റെ സെൽസ്. അഡിപ്പോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിപ്പോസ് ടിഷ്യൂവിന്റെ സെൽസ് ആണ്. അത് സെൽസ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ചെയ്യുന്നത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ യൂട്ടിലൈസേഷൻ കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡിൽ നിന്ന് ഹെപ്പാറ്റോസൈറ്റ്സിലോട്ടും അഡിപ്പോസൈറ്റ്സിലോട്ടും ഗ്ലൂക്കോസ് വേഗത്തിൽ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മളുടെ കൂടി നിന്നിരുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയും. പിടികിട്ടിയോ? ഹെപ്പാറ്റോസൈറ്റ്സിലും അഡിപ്പോസൈറ്റ്സിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബ്ലഡിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെല്ലാത്തിനും പിടിച്ച് ഈ ഹെപ്പാറ്റോസൈറ്റ്സിലും അല്ലെങ്കിൽ അഡിപ്പോസൈറ്റ്സിലൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നേരം നമ്മളുടെ ശരീരത്തിൽ ബ്ലഡിൽ കൂടി നിന്നിരുന്ന ഗ്ലൂക്കോസ് ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും കുറയും. അങ്ങനെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസെമിക് ഹോർമോൺ ആണെന്നുള്ളത് ഓർക്കുക. ഇനി അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്ലൂക്കോസിനെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇൻസുലിൻ ആണ്. ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ, ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടേ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൺവേർഷൻ നടത്തുന്നതും ഇൻസുലിൻ തന്നെയാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും കൂടെ ഒരുമിച്ച് നമ്മളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് ഒരാൾ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലേ? അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മളുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവരെയും നമ്മൾക്ക് വേണമെങ്കിൽ ആന്റഗോണിസ്റ്റിക് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. പിടികിട്ടിയോ? ഒരാളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഹൈപ്പർഗ്ലൈസീമിയ കണ്ടീഷൻ ഒരുപാട് നാളുകളായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ അമിതമായിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. ഇത്രയാണ് നമ്മൾക്ക് പാൻക്രിയാസിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് നമ്മളുടെ സെക്സ് ഗ്ലാൻഡ്സ് ആണ്. ടെസ്റ്റിസും അതുപോലെ തന്നെ ഓവറി. ടെസ്റ്റിസ് പുരുഷന്മാരിലുള്ളതാണ്. 2 ടെസ്റ്റിസ് ഉണ്ട്. അതൊരു സഞ്ചിക്കകത്തായിരിക്കുന്ന സ്ക്രോട്ടം എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്ക്രോട്ടൽ സാക്ക് എന്ന് വിളിക്കും. നമ്മളുടെ പുരുഷന്മാരിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. അത് മാത്രമല്ല ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടെയാണ്. ടെസ്റ്റിസിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രധാനമായിട്ടും സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു ടിഷ്യൂ ആണ് സ്ട്രോമൽ ടിഷ്യൂ. സ്ട്രോമൽ ടിഷ്യൂവിൻ്റെ മറ്റൊരു പേരാണ് ഇൻറ്റർസ്റ്റിഷ്യൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇൻറ്റർസ്റ്റിഷ്യൽ ടിഷ്യൂവിന് വേറൊരു പേരുണ്ട്, ലേഡിക് സെൽസ് എന്നൊക്കെ പറയും നമ്മൾ. ഇൻറ്റർസ്റ്റിഷ്യൽ സെല്ലിന് വേറെ പേരാണത്. ആൻഡ് ഇവരാണ് പ്രധാനമായിട്ടും ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. ടെസ്റ്റിസ് ഉണ്ടാക്കുന്ന ഹോർമോൺസിനെ നമ്മൾ ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. നമ്മൾ സാധാരണ പേരിൽ പറയുന്നത് ദാറ്റ് ഈസ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇത് മാത്രമല്ല പുരുഷന്മാരുടെ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ മെച്ചുവർ ആകുന്നതിന് വേണ്ടിയിട്ടും ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ആൻഡ്രോജൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്സ് ഓർഗൻസ്, സെക്കൻഡറി സെക്സ് ഓർഗൻസ് അല്ലെങ്കിൽ ആക്സസറി സെക്സ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എപ്പിഡിഡൈമസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, യൂറീത്ര, അങ്ങനെയുള്ളതാണ്. നമ്മൾ ഓൾറെഡി നമ്മളുടെ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കുന്നു, മിസ് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, ഈ ഹോർമോൺസ് പുരുഷന്മാരുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോഴത്തേക്കുമാണ് മസിൽസ് ഗ്രോ ചെയ്യുന്നതും ഫേഷ്യൽ ഹെയർ, ആക്സിലറി ഹെയർ, പ്യൂബിക് ഹെയർ ഒക്കെ ഗ്രോ ചെയ്യുന്നതും അഗ്രസീവ്നെസ് ഡെവലപ്പ് ചെയ്യുന്നതും ലോ പിച്ചുള്ള ഒരു വോയിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. പിടികിട്ടിയോ? പിന്നെ അതുപോലെ തന്നെ ഈ ആൻഡ്രോജൻസ് തന്നെയാണ് സ്പേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. സ്പേം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജനസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അത്രയുള്ള ടെസ്റ്റസ്, ചെറിയൊരു ഗ്ലാൻഡ്. ഇനി അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഉണ്ടായതുപോലെ തന്നെ സ്ത്രീകളിലുള്ളതാണ് ഓവറി. 2 ഓവറീസ് ഉണ്ട് അബ്ഡോമന്റെ ഭാഗത്തായിട്ട്. ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഓവം പ്രൊഡ്യൂസ് ചെയ്യും മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത്. ആൻഡ് അത് മാത്രമല്ല ഹോർമോൺസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിസിൽ നിന്ന് ആൻഡ്രോജൻസ് വന്നു എങ്കിൽ ഓവറിൽ നിന്ന് 2 ഹോർമോൺസ് ആണ് ഉണ്ടാവുക, ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. ഓവറിക്കകത്ത് നമ്മൾക്ക് 2 തരത്തിലുള്ള സാധനങ്ങൾ കാണാം, ഒവേറിയൻ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും കാണാനായിട്ട് പറ്റും. പിടികിട്ടിയോ? ഈസ്ട്രോജനെ സിന്തസൈസ് ചെയ്യുന്നതും സെക്രീറ്റ് ചെയ്യുന്നതും പ്രധാനമായിട്ടും ഈ ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് എന്ന് വേണം പറയാനായിട്ട്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളികൾ പൊട്ടിപ്പോവും. അങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പം ബാക്കി മിച്ചം വരുന്ന ഭാഗങ്ങളെല്ലാം കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറും. ആൻഡ് ഈ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത്. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി റീപ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഈസ്ട്രോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽസിന്റെ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുക, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കുക, മാമറി ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈസ്ട്രോജൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരെണ്ണമാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഈസ്ട്രോജൻസ് നമ്മളുടെ ഫീമെയിലിന്റെ സെക്ഷൽ ബിഹേവിയർ ഒക്കെ കൺട്രോൾ ചെയ്യും. പ്രൊജസ്ട്രോൺ മെൻസ്ട്രേഷന് മാത്രമല്ല പ്രഗ്നൻസിക്കും കൂടെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാമറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്ത്
മിൽക്ക് സെക്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മിൽക്ക് ആൽവിയോളയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള മാമറി ഗ്ലാൻഡിനകത്തുള്ള സെല്ലുകളിൽ സ്റ്റോർ ചെയ്തതിന് വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രൊജസ്ട്രോൺ തന്നെയാണ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ 2 ഹോർമോൺസാണ് ഓവറിൽ നിന്ന്, ഈസ്ട്രോജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും. പിടികിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ഇത്രയുമാണ്. നമ്മളിപ്പോൾ തൈറോയിഡ് പഠിച്ചു, പാരതൈറോയിഡ് പഠിച്ചു. അപ്പോൾ തൈറോയിഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പാരതൈറോയിഡ് പഠിച്ചു, തൈമസ് പഠിച്ചു, അഡ്രിനൽ പഠിച്ചു, പാൻക്രിയാസ് പഠിച്ചു, ടെസ്റ്റസ് ഓവറി പഠിച്ചു. ആൻഡ് ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6ഓളം ഗ്ലാൻസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹോർമോൺസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് സ്പെഷ്യലായിട്ട് നമുക്കങ്ങനെ അസുഖങ്ങളായിട്ട് പഠിക്കാനില്ല. ഇടയ്ക്ക് ഒന്ന് ഡയബറ്റിസ് മെലിറ്റസും അതുപോലെ അഡിസൻസും പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഡിസീസസ് ആയിട്ട് പഠിക്കാനുള്ളതുള്ളൂ. ബാക്കി ഇനി കുറച്ചും കൂടെ ഗ്ലാൻസും അതിൻ്റെ ഹോർമോൺസും ഫീഡ്ബാക്ക് മെക്കാനിസവും ക്ലാസിഫിക്കേഷനും കൂടെ വരാനുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ഇട്ടേക്കാം. ഓക്കെ, യെസ്. ആൻഡ് അഗെയിൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇല്ലാത്തതിന് ഐ എം റിയലി സോറി. കുറച്ച് ബിസി ആയിരുന്നത് കൊണ്ടിട്ടാണ് ഓൾറെഡി പറഞ്ഞ പോലെ. അപ്പം അങ്ങനെയൊക്കെയാണ്. വീഡിയോ കാണുക, മനസ്സിലാക്കുക. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐ ഡീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഈക്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ടുഡേ. വേറെ ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം കേട്ടോ. യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.